ലോഭം എന്ന ഒരു കാര്യം ഒരുവന്റെ എല്ലാ യോഗ്യതകളെയും നശിപ്പിക്കുന്ന ഒന്നാണ് ലോഭം എന്നാണ്. ദേവീഭാഗവതത്തിൽ കാണാം. അവിടെ സുദർശനന്റെ ചരിത്രം പറയുമ്പോൾ സുദർശനന്റെ അമ്മ മനോരമാദേവിയും ഭരദ്വാജ മഹർഷിയും തമ്മിലുള്ള സംവാദത്തിൽ കാണാം. ലോഭം കൊണ്ട് മനുഷ്യൻ ഇന്നതേ ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അച്ഛനെയാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും പുത്രന്മാരെയാണെങ്കിലും മനുഷ്യൻ ലോഭം കൊണ്ട് ചിലപ്പോൾ നിഗ്രഹിച്ചു എന്ന് വരാം. പണത്തിന് വേണ്ടി, തൻ്റെ നേട്ടത്തിന് വേണ്ടി, തനിക്ക് ലാഭമുണ്ടാവണമെന്ന ഉദ്ദേശത്തോടു കൂടി മനുഷ്യൻ ലോഭം കൊണ്ട് ഏത് ഹീനകൃത്യവും ചെയ്യും. അപ്പൊ ലോഭം കൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു, അധർമ്മം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവുന്നു. ലോകത്തിൽ ഏറിയ കൂറും സംഭവിക്കുന്നതൊക്കെ ലോഭം കൊണ്ടാണ് എന്നാണ്. ക്രോധം വർദ്ധിക്കുന്നു, കാമം വർദ്ധിക്കുന്നു, മോഹമുണ്ടാവുന്നു, സ്തംഭനം, അതുപോലെ തന്നെ മരണം, അക്ഷാന്തി, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ആഗ്രഹം വർദ്ധിക്കുകയും അതുപോലെ ഐശ്വര്യം കൊണ്ട് മതമുണ്ടാവുക, മറ്റുള്ളവരെ അപമാനിക്കുക, ഒന്നിനോടും വിശ്വാസമില്ലാത്തൊരവസ്ഥ എന്നാണ്. അവിശ്വാസം എന്നാണ്. എല്ലാറ്റിനോടും എപ്പോഴും ഒരു സംശയത്തോടു കൂടി ഉള്ള രീതി. പരദ്രവ്യത്തെ അപഹരിക്കണമെന്ന വിചാരം എന്നാണ്. എന്തു വന്നാലും ശരി മറ്റുള്ളവന്റെ ധനം അപഹരിച്ചിട്ട് സുഖമനുഭവിക്കണം. അതുകൂടാതെ കുത്തുവാക്കുകളെ പറയുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുക, ഇതൊക്കെ ഭയാനകമായ ഒന്നാണ്. ഇതൊക്കെ ലോഭിയായിട്ടുള്ള ഒരു മനുഷ്യന് ക്രമേണ നിന്ദ, ഡംഭം, മാത്സര്യം, ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള സാഹസികത, ഇതൊക്കെ ലോഭത്തിന്റെ അനുബന്ധമായി ഉണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യന് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒന്നാണ് ലോഭം. അതിനെ ജയിക്കാൻ പ്രയാസമാണ്, എന്നാൽ പരിശ്രമിക്കുകയും വേണം ജയിക്കാനായിട്ട് എന്നാണ്. അത് ഏതുപോലെയാണ് ലോഭം? ഇപ്പൊ നദിയിൽ കൂടിയിട്ട് എത്രയോ ജലം ഒഴുകി സമുദ്രത്തിലേക്ക് ചെന്നാലും സമുദ്രം മതി എന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. മതി, ഇനി വേണ്ട, അധികമായി എന്ന് പറയാറില്ല. അതേപോലെയാണ് സമുദ്രത്തിന് എത്ര ജലം വന്നു ചേർന്നാലും അത് മുഴുവനും സ്വീകരിക്കുന്നത് പോലെ ലോഭിയായിട്ടുള്ള ഒരുവന് എത്രയായാലും മതിയാവില്ല, വീണ്ടും വീണ്ടും എന്നാണ്. കിട്ടിയതിൽ സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ കിട്ടുന്നതിൽ തൃപ്തിയുള്ളവനെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു. യദൃച്ഛാലാഭ സന്തുഷ്ടി ഉണ്ടാവണം. ഭാഗവതത്തിൽ വാമനാവതാര കഥയിലൊക്കെ ഈ വസ്തുത, ഈ കാര്യത്തെ ശ്ലോകരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഭഗവാൻ മഹാബലിയോട് പറയാനുണ്ട്, നമ്മളുടെ പ്രഭാവം എങ്ങനെയാണ് വർദ്ധിക്കുക, നമ്മളുടെ തപോബലം എങ്ങനെയാണ് വർദ്ധിക്കുക? കിട്ടുന്നതിൽ സന്തോഷം ഉണ്ടാവുക. നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ, നമുക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ അത് വന്നു ചേരും. അത് വേറെ ആർക്കും തടുക്കാൻ കഴിയില്ല. നമുക്ക് കിട്ടാൻ യോഗ്യത, അർഹതയില്ലാത്തതാണെങ്കിൽ എത്ര പ്രയത്നം ചെയ്താലും കിട്ടുകയില്ല. അപ്പൊ പിന്നെ എന്തിനാണ് അമിതമായിട്ട് അത്യാസക്തിയോട് കൂടിയിട്ട്? പക്ഷെ ഇതെത്ര നമ്മൾ പറഞ്ഞാലും മനുഷ്യന്റെ ബുദ്ധിയിൽ ഇത് കയറില്ല. അതുകൊണ്ടാണല്ലോ ലോകം ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മനുഷ്യൻ എത്രത്തോളം അധപ്പതിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അപ്പൊ ലോഭത്തെ ജയിക്കണം. ലോഭമോഹങ്ങളെ ജയിക്കണം. ദംഭം, ദ്രോഹം, നിന്ദ, മറ്റുള്ളവരോട് മത്സരബുദ്ധി, അതുപോലെ പരസ്പരം മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കുക, വേറെ രണ്ട് വ്യക്തികളെ തമ്മിൽ അവർക്കിടയിൽ വൈരമുണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ ചെന്നിട്ട് അതിലാരെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ഭാഷയിൽ ഏഷണി എന്നാണ്. ഇതൊക്കെ ഒഴിവാക്കണം. ഇനി നമ്മൾ എത്ര തന്നെ ശാസ്ത്രത്തെ ഗ്രഹിച്ചാലും, എത്ര തന്നെ വിദ്യ അഭ്യസിച്ചാലും, ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്, ഒരുപാട്
ഗ്രന്ഥങ്ങളെ പഠിച്ചവരുണ്ട്. പക്ഷേ അവർക്ക് പോലും ഈ ലോഭം കൊണ്ട്, ലോഭം, കാമം, ക്രോധം, ദ്വേഷം, ഇതൊക്കെ അവരെ പലപ്പോഴും ബാധിക്കുന്നതായിട്ട് കാണാം. ദർപ്പം, ക്രോധം, മദം, ഹർഷം, മാനിത, ശോകം, ഇതൊക്കെ അങ്ങനെയുള്ളവരിൽ കാണപ്പെടുന്നതാണ്. അപ്പൊ പാപം എങ്ങനെ ഉണ്ടാവുന്നു, ആപത്തുകൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത് അതിന്റെ മറുവശം പറയുകയാണ്. നല്ല കർമ്മങ്ങളെ ചെയ്യുക, സദാചാര ബോധമുള്ളവരായിട്ടിരിക്കുക. അവർക്കൊരിക്കലും ആപത്തുകൾ വരുന്നില്ല, അഥവാ ആപത്തുകൾ വന്നാലും അതിനെ അവർ ഭയപ്പെടുന്നില്ല എന്നാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവർക്ക് പരലോകത്തെക്കുറിച്ചിട്ട് ഭയമില്ല എന്നാണ്. ഇപ്പൊ സ്വർഗം, നരകം, ഇതൊന്നും വാസ്തവത്തിൽ നമ്മളുടെ പുരാണങ്ങളൊന്നും തന്നെ സ്വർഗനരകങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. വർണ്ണിച്ചു പോകുമ്പോൾ നരകയാതന, ഏതേത് കർമ്മങ്ങളെ കൊണ്ടാണ് ജീവൻ അനുഭവിക്കേണ്ടി വരിക പറഞ്ഞു പോകുന്നുണ്ട്. സ്വർഗം, ഏതേത് പുണ്യകർമ്മങ്ങളെ കൊണ്ടാണ് സ്വർഗാനുഭവങ്ങൾ വരിക, അതും പറഞ്ഞു കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് അതൊരു ലക്ഷ്യമൊന്നുമല്ല. അപ്പോ ഒന്നിലും പരലോകത്തെ പറ്റിയിട്ട് ഭയമില്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്. അങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക് പ്രിയത്തിലോ അപ്രിയത്തിലോ കാംക്ഷയുണ്ടാവില്ല എന്ന്. മറ്റൊരാളുടെ പ്രീതി പിടിച്ചു പറ്റണം എന്നവർക്കില്ല, മറ്റൊരാളുടെ അപ്രീതിക്കായിട്ടും അവരൊന്നും ചെയ്യുന്നില്ല. അവർക്ക് ദാനം കൊടുക്കാൻ മനസ്സുള്ളവരാണ്, പിതൃദേവ അതിഥിപരന്മാരാണ്, പിതൃക്കളെ പൂജിക്കുന്നവരാണ്, ദേവാരാധനയെ ചെയ്യുന്നവരാണ്, അതിഥി പൂജ, ആതിഥ്യ മര്യാദ ഉള്ളവരാണ്, നിത്യ ഉത്സാഹികളാണ്, ഉത്സാഹത്തോടുകൂടി എപ്പോഴും ആർജവത്തോടുകൂടി അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ്, സർവ ഉപകാരികളാണ്. അയാളെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക്, സമൂഹത്തിന് ഉപകാരം ഉണ്ടായിരിക്കും. ധർമ്മബോധമുള്ളവരായിരിക്കും. അവരുടെ മനസ്സിനെ ചലിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. അങ്ങനെ എളുപ്പത്തിൽ അവർക്ക് ചിത്തചാഞ്ചല്യമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും ഒക്കെ അങ്ങനെ മനഃശാഞ്ചല്യമൊന്നും ഉള്ളവരല്ല. കാമക്രോധങ്ങളെയൊക്കെ ജയിച്ചവരാണ്, നിരഹങ്കാരികളാണ്, നിർമ്മലന്മാരാണ്, സ്ഥിരബുദ്ധികളാണ്. അപ്പൊ അവരോട് കൂടിയിട്ടാണ് നമുക്ക് സൗഹൃദം ഉണ്ടാവേണ്ടത്, അല്ലാതെ ലോഭികളുമായിട്ടല്ല. ഇനി ഈ സജ്ജനങ്ങളാവട്ടെ, അവർ ധർമ്മം അനുഷ്ഠിക്കുന്നത് പോലും ഏതെങ്കിലും തരത്തിലുള്ള ലാഭത്തിന് വേണ്ടിയിട്ടല്ല, യശസ്സിന് വേണ്ടിയിട്ടല്ല, കീർത്തിക്ക് വേണ്ടിയിട്ടല്ല. അവർ ദൈനംദിനചര്യകളെ ചെയ്യുന്നത് പോലെ, ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ നമ്മളോട് ആരും പറഞ്ഞിട്ട് വേണ്ട. സാമാന്യബോധമുള്ളവർക്ക് അവരുടെ ദിനചര്യയാണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കും, കുളിക്കും, വസ്ത്രം മാറി ഉടുക്കും. ഇതൊന്നും പരപ്രേരണ കൊണ്ടല്ല ചെയ്യുക. ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അത് വേണ്ടി വരും എന്നുള്ളതല്ലാതെ ബാക്കി സാമാന്യേന ഏതൊരുവനും ദിനചര്യ സ്വമേധയാ ചെയ്യേണ്ടതാണ്. അതേപോലെയാണ് സജ്ജനങ്ങൾ. അവരുടെ ദൈനംദിന കാര്യങ്ങളെ ചെയ്യുന്നത് പോലെ തന്നെയാണ് കർമ്മങ്ങളും അവർ ചെയ്യുന്നത്. അവർക്ക് ഭയമില്ല, ക്രോധമില്ല, ചാപല്യമില്ല എന്നാണ്. അപ്രകാരം ആരെയും ദ്രോഹിക്കണമെന്ന ചിന്തയില്ലാത്തവർ, ലോഭബുദ്ധിയില്ലാത്തവർ, സത്യവും ആർജവും ഉള്ളവർ, അവരുമായിട്ടാണ് സൗഹൃദം ഉണ്ടാവേണ്ടിയിരിക്കേണ്ടത് എന്ന് പറഞ്ഞു. രാഗം, ദ്വേഷം, മോഹം, ഹർഷം, ശോകം, അഭിമാനം, കാമം, ക്രോധം, ദർപ്പം, ആലസ്യം, ഇച്ഛ, ദ്വേഷം, പരാഭിവൃദ്ധിയിൽ താപം, ഇതിനെയൊക്കെ അജ്ഞാനം എന്ന ഗണത്തിൽപ്പെടുത്തിയിട്ടാണ് പറയുക. അതാണ് അജ്ഞാന ആവൃതമാണ് ലോകം എന്ന് പറയും. പല പുരാണങ്ങളിലും ഈ വർണ്ണനകൾ കാണാൻ പറ്റും. അജ്ഞാനം, അതിലോഭം. ലോഭത്തിൽ നിന്നാണ്, ആദ്യം പറഞ്ഞ ലോഭം എന്ന വിഷയത്തിൽ നിന്നാണ് അജ്ഞാനം ഉണ്ടാവുന്നത്.
അപ്പൊ ലോഭം ഒരുവനിൽ ഉള്ളിടത്തോളം കാലം അജ്ഞാനം നിലനിൽക്കും എന്ന് പറയുകയാണ്.